അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത്തവണത്തെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ. അതിന് മുന്നുള്ള ദിവസത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സിൽ ഒതുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇന്നങ്ങ് ലോങ് വീഡിയോ സെറ്റാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തന്നെ ചായയുടെ പരിപാടിയിലാണ്. നമുക്ക് ഇന്ന് സ്പെഷ്യൽ വന്നിട്ട് ചപ്പാത്തിയാണ് സെറ്റാക്കുന്നത്. അപ്പോൾ അവൾ അവിടെ പൊടിയൊക്കെ തരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഞാനും ഉപ്പച്ചും കൂടെ കൂടിയിട്ട് ഒരു നല്ലൊരു ചായ പാസ്സാക്കുന്നുണ്ട്. അതായത് രാവിലെ ഒരു കട്ടനും എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിയ കോളായി, അടിപൊളിയായി. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. ഈ ഒരു ചപ്പാത്തി കുഴക്കലും പരത്തലും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടി കേട്ടോ. എൻ്റെ അനിയത്തിക്ക് അത്രയും ഇഷ്ടമല്ല. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കല്ലാതെ വേറൊരു വഴിയും ഇല്ലല്ലോ. സോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, പരത്താനൊന്നും പോകുന്നില്ല കേട്ടോ. പരത്തലും കൂടെ ആകുമ്പോഴേക്ക് ആകെ റിസ്ക് ആവും. സോ പരത്തണമൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചെടുത്തിട്ട് അതങ്ങനെ പ്രസ്സിൽ തന്നെ ഇട്ടിട്ടൊന്നിങ്ങനെ അമർത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. നമ്മുടെ ചപ്പാത്തി ചുടലൊക്കെ ഒരു ഭാഗത്ത് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഞാനിത് അവിടെ കറി സെറ്റാക്കി എടുക്കുവാണ്. കറി ഓൾറെഡി ചിക്കൻ കറി ഉണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം കൂട്ടിയതിൻ്റെ ആ ഒരു കുറച്ച് ബാലൻസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് തേങ്ങയൊക്കെ വറുത്തരച്ചൊഴിച്ചിട്ട് അതിനെ അങ്ങ് സെറ്റാക്കി എടുക്കുവാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എല്ലാവരും കൂടെ എന്ന് പറയാനില്ല, അനിയും രാവിലെ തന്നെ പണിക്ക് പോയിട്ടുണ്ട്. ഉപ്പച്ചിക്ക് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണ് കേട്ടോ. സാറ്റർഡേ ഉണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആൾക്ക് ഹോളിഡേ ആണ്. സോ നിഫറുകുട്ടനെ എണീച്ചിട്ടില്ല. അപ്പം നമ്മളുള്ളവരൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കഥ പറയാനും സംസാരിക്കാനും ഒന്നും നിന്നില്ല. കാരണം അതിനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം പോണത് അറിയേയില്ല. വൈകുന്നേരം ആയാലും രാത്രി ആയാലും നമുക്കൊരു കുലുക്കം ഉണ്ടാവില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. സോ അതിനൊന്നും നിൽക്കാതെ തന്നെ നമ്മൾ നമ്മുടെ പരിപാടിയിലോട്ട് കടന്ന് ഓരോരുത്തരായിട്ട് ഓരോന്ന് ചെയ്യണുണ്ട്. അനിയത്തി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്ത് അവിടെ പുതപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുവാണ് കേട്ടോ. മുടി ചായ കുടിച്ചോ ഞാൻ പല്ല് തേച്ചോ? പല്ല് തേച്ചു. ചായ കുടിച്ചോ? ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണതിന് മുന്നായിട്ട് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അതായത് നമ്മൾ സ്കൂൾ ഗ്രൂപ്പിൽ ഒരു വീക്ക്ലി റിപ്പോർട്ട് പോകണം. ആ വീക്കിൽ എന്തൊക്കെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചതെന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട്. സോ അതൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ കിച്ചണിലോട്ട് വന്നപ്പോൾ ഇവിടെ ലഞ്ചിനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പയറൊക്കെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പച്ചി കട്ട് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ മ്യൂസിക്കിൻ്റെയും ഒന്നും ആവശ്യം കിച്ചണിലില്ല കേട്ടോ. കാരണം നമ്മുടെ മക്കൾ തന്നെ പാട്ട് പാടിയിട്ട് നമ്മളെ വെറുപ്പിക്കുന്നുണ്ട് മാക്സിമം. നമ്മളിതവിടെ നല്ല അടിപൊളിയായിട്ട് ബാക്കി പണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഞാനവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അനിയത്തി ഇവിടെ പേദൽ മീനാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മസാല പുരട്ടി സെറ്റാക്കി വെക്കുവാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ലഞ്ചിന് അത് മതി എന്ന് പറഞ്ഞു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി അൽഫാമും മന്തിയൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ അടിച്ച് കയറ്റിയതായിരുന്നു രാത്രി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ച് ഞാനുണ്ടല്ലോ സാമ്പാറൊക്കെ സെറ്റാക്കും അടിപൊളിയായിട്ട് തന്നെ. പക്ഷേ ആ ഒരു കറക്റ്റ് റെസിപ്പി ഉണ്ടല്ലോ, അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എവിടുന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കൂളിലെ ചേച്ചി വെക്കുന്ന സാമ്പാർ റെസിപ്പി ഞാൻ കോപ്പി അടിച്ച് മാറ്റിയതാണ്. അത് പ്രകാരമാണ് ഞാനിപ്പോൾ സെറ്റാക്കണത് കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മളിതവിടെ പയർ തോരനും കൂടെ സെറ്റാക്കി എടുക്കുവാണേ.
ഇത് വന്നിട്ട് നമ്മളിപ്പോൾ കുറച്ച് ജ്യൂസ് മുന്തിരിയൊക്കെ ഒന്ന് അങ്ങ് കഴുകിയെടുക്കുവാണ് കേട്ടോ. എന്തിനാ വെച്ചാൽ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തന്നെ ഇതങ്ങ് പുഴുങ്ങി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് തണുക്കുമല്ലോ, അപ്പോൾ നമുക്കത് എടുത്തിട്ട് അങ്ങ് ജ്യൂസ് സെറ്റാക്കി എടുക്കാം. സോ പയറുതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ തേങ്ങയും പച്ചമുളക് ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടികൾ ഇപ്പോഴും പെൻഡിങ് ആണ്, അതൊന്നും തീർന്നിട്ടില്ല. സാമ്പാർ കഷ്ണങ്ങൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വറവിട്ട് എടുക്കുവാണ് കേട്ടോ. മീനും നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് അങ്ങനെ ഒരുപാട് നേരമൊന്നും ആയിട്ടില്ല. ഏതായാലും ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടല്ലോ, അത്രയൊക്കെ മതി എന്ന് വിചാരിച്ച്. നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് അങ്ങ് തീർക്കണം. പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിരുന്നതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ മെയിൻ, സംസാരമാണ് നമ്മുടെ മെയിൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മുന്തിരി ജ്യൂസ് ഇത് അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. മുന്തിരി ജ്യൂസല്ല, മുന്തിരി വേവിച്ച് വെച്ചത്. കുട്ടികൾ കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് അവിടെ കുറച്ച് ആപ്പിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരും എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, എനിക്കും അനിയത്തിക്കൊന്നും വിശന്നിട്ടില്ല. നമ്മൾ കുറച്ച് കഴിയട്ടെ വിചാരിച്ചു. ഞാനും അവളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അതും ഇതൊക്കെ ആയിട്ട് ഓരോന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്കൊന്നും വിശന്നിട്ടില്ല. അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുത്തു, അതായത് ഉപ്പച്ചിക്കും കുട്ടികൾക്കൊക്കെ ഉള്ള ഫുഡ് വിളമ്പി കൊടുത്തു കേട്ടോ. നിഫ്റുകുട്ടനും ഉള്ള ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്ക് വാരിത്തരൽ നിർബന്ധമാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് കഴിക്കുന്ന ആളാണ്, അതായത് അംഗനവാടിയിലൊക്കെ പോകുന്നുണ്ടല്ലോ. പക്ഷേ ഇന്നിപ്പോൾ എന്തോ ആൾക്ക് കുറച്ച് കുറുമ്പിലാണ്. സോ വാരി കൊടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തി അവൾക്കുള്ളത് വാരി കൊടുക്കണം. പിന്നെതാ എൻ്റെ സന്താനത്തിൻ്റെ പട്ടിഷോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ ഇവിടെ ഓൺ ചെയ്ത് വെച്ചാൽ ആളിവിടെ ഷോ സ്റ്റാർട്ട് ചെയ്യും. ഫുഡ് സൂപ്പറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇല്ലാതില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷോൻ്റെ കാര്യത്തിൽ നമ്മുടെ നിഫ്റുകുട്ടനും ഒട്ടും മോശമില്ല. കാരണം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുന്നൊക്കെ അല്ലേ പറയാം. അപ്പോൾ നിഷുവിൻ്റെ കൂടെ കൂടിയിട്ട് ആളും അത്യാവശ്യം ഷോ ഇറക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളും ഒട്ടും മോശമാക്കണില്ല. അവളുടെ ഭാഗത്തു നിന്ന് മാക്സിമം ഇടാനുള്ളതൊക്കെ അവളും എടുത്ത് ഇടുന്നു. അങ്ങനെ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാനും അനിയത്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു സെയിം ഡേ തന്നെ ഞാനൊരു വാട്ടി 18 ഡേ വീഡിയോ കൂടെ എടുക്കുന്നുണ്ടായിരുന്നു, അതിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ റൂമിലോട്ട് പോയിട്ടുണ്ട്. ദെൻ വർത്താനം പറഞ്ഞിക്കണതിൻ്റെ ഇടയിൽ കൂടെ ഞാനും നിഷുക്കുട്ടനും കൂടെ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിട്ടോ. അപ്പോൾ കിച്ചണിൽ നിന്ന് ഭയങ്കര ഒച്ചയും വിളിയും എല്ലാം കേൾക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ അനിയനും അനിയൻ്റെ ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു. ചുമ്മാ അങ്ങ് വരുമല്ല, ഇവിടെ ഒരു പുഴയുണ്ട് ഇവിടെ അടുത്തായിട്ട്. അപ്പോൾ അവന്മാരെല്ലാവരും കൂടെ കുളത്തിൽ കുളിക്കാനും, കുളത്തിലല്ല പുഴയിൽ കുളിക്കാനും കളിക്കാനും അങ്ങനെ എല്ലാത്തിനും കൂടെ കൂടിയിട്ട് വന്നതായിരുന്നു. സോ അവർ കുളിയും നനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുവാണ്. സംഭവം എന്താ വെച്ചാൽ നമ്മളിന്ന് മുന്തിരി വേവിച്ചത് കാര്യമായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുട്ടികൾക്കുള്ള ആ ഒരു ജ്യൂസും അവർക്കുള്ള കുറച്ച് ബേക്കറി ഐറ്റംസും എല്ലാം കൊടുത്ത് അവർ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത്രയും പിള്ളേരുടെ ഒച്ചയും ബഹളവും കേട്ടിട്ട് നമ്മുടെ നിഷു ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അവൾ നല്ല ഉറക്കിലാണ്. നിഫ്റുകുട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം അതാ ചായ ഉണ്ടാക്കുവാണ്. നമുക്ക് കുടിക്കാനല്ല, നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവളുടെ മദറിലോതാ എന്നെ വയറ് കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വയറ് കാണൽ ചടങ്ങ് ഗൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. കൈനീട്ടം തന്നെ എൻ്റെ അനിയത്തിയുടെ മദർലോൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ. ആൾക്കറിയാം ഞാൻ നല്ല മധുരപ്രിയയാണെന്ന് അറിയാം. അപ്പോൾ ഇതാ നല്ല കോഴിക്കോടൻ അലുവയും കറുത്തലുവയും ജിലേബിയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ, എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ, അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ച് പൊളി സൂപ്പർ അടിപൊളിയാ. നിഫ്റുകുട്ടൻ്റെ വലിയ ആൻറ്റി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇതാ കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഷോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കുവാണ്. ഫുഡിൽ നിന്ന് നമ്മൾ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം ചിക്കൻ പർദീസ് ഉണ്ടാക്കണം എന്നൊക്കെ ഫിക്സ് ചെയ്തതായിരുന്നു. പക്ഷേ ഇവളുടെ ആ ഒരു മദറിലോ കൊണ്ടുവന്നിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്കൊന്നും വേണ്ട രാത്രി. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് പൊറാട്ടയിൽ അങ്ങ് ഒതുക്കി കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് നേരം സംസാരിക്കാനൊന്നും നിന്നില്ല. കാരണം നമുക്ക് രാവിലെ തന്നെ ഇവിടെ നേരത്തെ കാലത്ത് പോകാനുള്ളതാണ്.
സോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.